ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകൾ നിരീക്ഷിച്ച് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ സജീവ പര്യടനവുമായി സ്ഥാനാർത്ഥികൾ. വോട്ടർ പട്ടികയിൽ മറ്റന്നാൾ വരെ പേര് ചേർക്കാം. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമ മണിക്കൂർ ആചരണത്തിൽ പങ്കാളികളാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 175 റൺസ് വിജയലക്ഷ്യം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയായി. ഭൂട്ടാനിലെ തിംഫുവിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ നിർമ്മിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയും ചടങ്ങിൽ സന്നിഹിതനായി. ഇന്ത്യ ഭൂട്ടാൻ സൌഹൃദത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്നതായിരുന്നു തന്റെ സന്ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18നും 19നും ഇടയ്ക്ക് പ്രായമുള്ള 1,80,00,000 കന്നി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. കണക്കുകൾ പ്രകാരം ഇത്തവണ ഏകദേശം 19,74,00,000 വോട്ടർമാർ 20നും 29നും ഇടയ്ക്ക് പ്രായമുള്ളവരാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനധികൃത പണമിടപാടുകൾ നിരീക്ഷിച്ച് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇത് സംബന്ധിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ബാങ്കുകളിലെ സംശയകരമായ ഇടപാടുകൾ നിരീക്ഷിക്കും. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ കർശന പരിശോധനയും ചെക്ക് പോസ്റ്റുകളിൽ CCTV നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ചാനലുകൾ പൊതുസ്ഥലങ്ങളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടികൾക്ക് മുൻകൂർ അനുമതി നിർബന്ധമായും വാങ്ങിയിരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരായ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഒരു ദിവസം ഡ്യൂട്ടി ലീവ് അനുവദിക്കുന്നതിന് എല്ലാ വകുപ്പ് മേധാവികൾക്കും അനുമതി നൽകി ചീഫ് ഇലക്ടറൽ ഓഫീസർ. ആബ്സെന്റീസ് വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഫോം 12D വിതരണം നടത്തുന്നതിനായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ 1-നകമുള്ള ഒരു ദിവസം ഡ്യൂട്ടി ലീവ് അനുവദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. voters.eci.gov.in എന്ന പോർട്ടൽ വഴിയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് കിടങ്ങൂരിൽ പ്രചരണം നടത്തി. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വിവിധയിടങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പിറവത്ത് പ്രചരണം നടത്തി. വിവിധ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞു. കരുത്തരായ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കിക്കൊണ്ട് 3 മുന്നണികളും വാശിയേറിയ പ്രചരണമാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടത് വലത് മുന്നണികൾ മണ്ഡലത്തിൽ നേരത്തെ തന്നെ പ്രചാരണത്തിന് തുടക്കമിട്ടിരുന്നു. സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസാണ് UDFന്റെ സ്ഥാനാർത്ഥി. മുൻ MP ജോയിസ് ജോർജാണ് LDF സ്ഥാനാർത്ഥി. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥൻ NDAയ്ക്കായി മത്സര രംഗത്തുണ്ട്. ഇതിനു പുറമെ BSPക്കായി റസൽ ജോയി മത്സരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഹൈറേഞ്ച് മേഖലയെങ്കിലും അത്യുഷ്ണം കീഴടക്കിയ മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രചരണം സജീവമാണ്. പഞ്ചായത്ത് തല പര്യടനത്തിനൊപ്പം റോഡ് ഷോകൾ നടത്തിയും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കയറിയിറങ്ങിയും തോട്ടം മേഖലകളിൽ സന്ദർശനം നടത്തിയും സ്ഥാനാർത്ഥികളുടെ ആദ്യ റൗണ്ട് പ്രചരണം അവസാന ഘട്ടത്തിലേക്കെത്തി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ സ്വതന്ത്രർ ഉൾപ്പെടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ 2ാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ മുന്നണികളുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇടുക്കിയിലെത്തുന്നതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് വീറും വാശിയുമേറും.
രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലവും കേന്ദ്രഭരണ പ്രദേശവുമായ ലക്ഷദ്വീപിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എൻസിപി ശരത് പവാർ പക്ഷവും തമ്മിലാണ് പ്രധാന മത്സരം. എൻസിപി ശരത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ എംപി മുഹമ്മദ് ഫൈസലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുൻ എംപി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദുമാണ് മത്സരരംഗത്തുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമ മണിക്കൂർ ആചരണം ഇന്ന്. ആഗോള താപനത്തിനെതിരെ ഭൌമ മണിക്കൂർ ആചരിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആഹ്വാനം ചെയ്തു. ഇന്ന് രാത്രി 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ സമയം അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത വിളക്കുകളും ഉപകരണങ്ങളും അണച്ച് ഭൂമിയെ ആഗോള താപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള സംരംഭത്തിൽ പങ്കാളികളാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ മന്ദിരത്തിലും കേരള സർവകലാശാല തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളും ഭൌമ മണിക്കൂർ ആചരണത്തിൽ പങ്കാളികളാകും. റാന്നി ഇടപ്പാവൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഇടപ്പാവൂർ പൂരം നടന്നു. ആയിരങ്ങളാണ് പ്രസിദ്ധമായ അൻപൊലി എഴുന്നള്ളത്ത് കണ്ട് തൊഴാനായി എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഇടപ്പാവൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 9ാം ദിവസമായ ഇന്ന് രാവിലെ 8:30 പകൽപൂരം നടന്നു. ഇടപ്പാവൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമായ മീനമാസത്തിലെ പൂരം നാളാണ് ഇടപ്പാവൂർ പൂരമായി ആഘോഷിക്കുന്നത്. പകൽപൂരത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. 9:45 ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ വനദേവതാ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന പ്രസിദ്ധമായ അൻപൊലി എഴുന്നള്ളത്ത് കണ്ടുതൊഴാൻ ആയിരങ്ങളാണ് എത്തിയത്. അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA ആദ്യ അൻപൊലി സമർപ്പണം നടത്തി. തുടർന്ന് 500ഓളം അൻപൊലി വഴിപാടും നടന്നു. വൈകിട്ട് 7-ന് രാത്രിപൂരം നടക്കും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. ജലക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭക്ഷണവും മറ്റ് പാനീയങ്ങളും ശുചിയോടെ ഉപയോഗിക്കണം. ജലമലിനീകരണം തടയാനും മാലിന്യം കുന്നുകൂട്ടിയിടാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചണ്ഡിഗഡിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 175 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് കിങ്സ് 10.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 88 റൺസ് എന്ന നിലയിലാണ്. പഞ്ചാബിനായി അർഷ്ദീപ് സിംഗ്, ഹർഷൽ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ന് രാത്രി 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹി FCയെ നേരിടും. രാത്രി 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. 21 കളിയിൽ 36 പോയിന്റുമായി ഗോകുലം 5ാമതാണ്. വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണ് മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അനന്തുവിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അദാനി ഗ്രൂപ്പ് ധനസഹായത്തിന് സന്നദ്ധത അറിയിച്ചത്. ടിപ്പർ അപകടത്തിൽ പരിക്കേറ്റ് കാൽ നഷ്ടമായ സന്ധ്യാറാണിക്കും ധനസഹായം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകൾ നിരീക്ഷിച്ച് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ സജീവ പര്യടനവുമായി സ്ഥാനാർത്ഥികൾ. വോട്ടർ പട്ടികയിൽ മറ്റന്നാൾ വരെ പേര് ചേർക്കാം. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമ മണിക്കൂർ ആചരണത്തിൽ പങ്കാളികളാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 175 റൺസ് വിജയലക്ഷ്യം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.